ഞാൻ ഈ റെഡിയായി നിൽക്കുന്നത് ഗുരുവായൂർക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്ന് നന്ദുവിന് ഡാൻസ് ക്ലാസ് ഉണ്ട്, രണ്ടാൾക്കും ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അച്ചു വന്നതുകൊണ്ട് തന്നെ ഇന്ന് ടൂർ പോയിട്ട് ഇന്ന് പുലർച്ചെയാണ് അച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ അച്ചുവിന് മേലുവേദനയാണെന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരെ കൂടെ പോയിട്ട് ചാടി കളിച്ച് വന്നതാണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ക്ഷീണം അവനുണ്ടാവും. അപ്പോൾ ഞാൻ ഈ കണ്ണടയൊക്കെ വെച്ചത് എന്തിനാണെന്നുള്ളത് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അത് എനിക്ക് ഭയങ്കരമായിട്ട് അലർജിയുടെ അസുഖമുള്ള ആളാണ് ഞാൻ. സാധാരണ ഞാൻ മാസ്കും കൂടി വെക്കാറുണ്ട്, പക്ഷേ ഇന്ന് ഞാൻ മാസ്ക് വെക്കാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ അവിടെ ഗുരുവായൂർ എത്തിയ സമയത്ത് എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്നാലും കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ ഒരു ജ്യൂസ് കുടിക്കണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മുന്തിരി ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്ദു ഫാഷൻ ഫ്രൂട്ടിൻ്റെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ മുന്തിരിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് എന്താ വെച്ചാൽ അത് ഫുള്ള് എൻ്റെ ദേഹത്തു കൂടെ പോയി, എന്താണെന്ന് അറിഞ്ഞൂടെ, കുടിക്കണതിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാ തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടായിരുന്നു, കുറച്ച് നേരത്തെ എത്തിപ്പോയി അവിടെ. അപ്പോൾ ദാ ഈ കാണുന്നത് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് അവളുടെ ഡാൻസ് ക്ലാസ് വരുന്നത്. അപ്പോൾ അവളെയൊക്കെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് ഞാൻ പതുക്കെ വണ്ടിയൊക്കെ ഒന്ന് ഒരു സൈഡിൽ നിർത്തിയിട്ട് ഗുരുവായൂർ അമ്പലത്തേക്ക് നടന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പതുക്കെ നടന്ന് വന്ന് അവിടെയൊക്കെ ഒന്ന് തൊഴിൽ കഴിഞ്ഞിട്ട് പിന്നെ ചെമ്പൈ സംഗീതോത്സവമൊക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ കണ്ട്, ഇപ്പോൾ ഈ ഏകാദശി വിളക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ നേരം ഇങ്ങനെ അമ്പലത്തിൻ്റെ 4 പുറമൊക്കെ ഒന്ന് നടന്ന് ഭയങ്കര തിരക്കാണ് ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്ദുവിന് 6 മണി വരെയാണ് ക്ലാസ് ഉണ്ടായിരുന്നത്. അവളെ കൊണ്ടുവരാൻ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ എത്തിയിട്ട് അവളെയും പിക്ക് ചെയ്തിട്ട് പോന്നു.